ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുശീല ആകെ പരിഭ്രാന്തിയിലാണ് കേട്ടോ. ശേഖരനെ കണ്ട ആ പേടി സുശീലയുടെ മുഖത്തുണ്ട് കേട്ടോ. സുശീല വല്ലാതെ ഭയന്നു പോയിരിക്കുകയാണ്. ഈശ്വര, എൻ്റെ മക്കൾക്കറിയില്ല. മക്കളോട് പറഞ്ഞ് തന്നെ അവനെ പുറത്താക്കാനുള്ള ആ ശ്രമം സുശീല നടത്തിയിരിക്കുന്നു. പറഞ്ഞതുപോലെ തന്നെ ഇന്ദ്രൻ ഇല്ലാഞ്ഞത് ഭാഗ്യമായിരുന്നു എന്ന് സുശീല പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ സമയം സത്യനും ശ്യാമും കൂടിയിട്ട് ആരാണെന്നുള്ള വ്യക്തമായ മുഖം കണ്ടിട്ടില്ല. കാരണം നല്ല ഇടിയും മിന്നലും കറണ്ട് അങ്ങ് പോവുകയും ചെയ്തു. പവർ കട്ട് ആയതുകൊണ്ട് തന്നെ മുഖം വ്യക്തമായില്ല. അന്ന് അമ്പലത്തിൽ വെച്ച് കണ്ട ആളാണത് മനസ്സിലായിട്ടില്ല. അങ്ങനെ സുശീലയ്ക്കാണെങ്കിലോ ഈശ്വരൻ തൻ്റെ കൂടെ തന്നെ നിന്നിരിക്കുന്നു, ആ ഒരു ധൈര്യമായിരിക്കുന്നു കേട്ടോ. അങ്ങനെ സുശീല ആരും അറിയാതെ പെട്ടെന്ന് ഹർഷയ്ക്ക് വിളിക്കുകയാണ്. ഹർഷേ, ഇവിടെ നല്ല ഇടിയും മിന്നലുമാണ്. കറണ്ട് പോയത് കൊണ്ട് തന്നെ അയാൾ ആരും കണ്ടില്ല. എൻ്റെ മക്കൾ തന്നെ അയാളെ പുറത്താക്കി. ഈശ്വരാധീനം എന്ന് പറയാൻ എൻ്റെ ഇന്ദ്രൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കും എൻ്റെ സ്ഥിതി എന്നൊക്കെ പറയാൻ കേട്ടോ. ഇത് കേൾക്കുന്നതിനോടുകൂടി ഉടൻ തന്നെ പറയണം, എന്തായാലും ഇന്ദ്രൻ ഇല്ലാതിരുന്നത് ഭാഗ്യം തന്നെ. എന്തായാലും ഇനി എൻ്റെ ആൻറ്റി ഇനി അയാൾ വരത്തൊന്നുമില്ല, അയാൾ അങ്ങ് പോയിക്കോളും. എന്തായാലും മക്കൾ ഓടിച്ചു വിട്ടില്ലേ? ഓടിച്ചു വിട്ടു. എന്തായാലും എന്തൊക്കെയാണ് ഇനി ഉണ്ടാവാൻ പോകുന്നത്? എന്തായാലും എൻ്റെ വീട് തിരഞ്ഞ് അയാൾ വന്നില്ലേ എന്നൊക്കെയാണ് കേട്ടോ സുശീലയുടെ പറച്ചിൽ. പറയാനില്ല. അങ്ങനെ സുശീല വരുന്നു. സുശീല പുറത്തോട്ട് പതിയെ എങ്ങനെ വരികയാണ്. സോനയാണെങ്കിലോ മെഴുകുതിരി കത്തിച്ച് ഇങ്ങനെ പുറത്ത് കിടക്കുമ്പോഴാണ് ഈ പറയുന്ന സത്യനും ശ്യാമും കൂടി വരുന്നത് കേട്ടോ. സത്യനെയും ശ്യാമിനെയും കണ്ടുകൊണ്ടതിന് സോന ചോദിക്കുക, ആരാന്ന് മനസ്സിലായോ? ആരാണെന്ന് മനസ്സിലായോ? അത് വഴിപോക്കറ്റാണെന്ന് തോന്നുന്നു. അത് കേട്ടോടെ തന്നെ വല്ല ഭ്രാന്തനോ അങ്ങനെ എന്തെങ്കിലും ആണോ, അതോ മോഷ്ടിക്കാനോ അങ്ങനെ എന്തെങ്കിലും വന്നിന്? അങ്ങനെയൊന്നുമില്ല, ഒരു പാവം മനുഷ്യനാണെന്ന് തോന്നുന്നു. അത് കേട്ടോടെ തന്നെ സുശീലയ്ക്ക് പേടിയാവുന്നു കേട്ടോ. ഈശ്വര, അവരങ്ങനെ പറഞ്ഞു. പാവം മനുഷ്യനെന്നോ? എന്നാൽ അയാൾ അച്ഛനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഉണ്ടാവുന്ന ഭവിഷ്യത്ത്. അതിങ്ങനെ സുശീല ചിന്തിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഈ സമയം തൻ്റെ കഥകിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ സുശീല ഇവർ പറയുന്ന സംഭാഷണങ്ങളെല്ലാം കേൾക്കുകയാണ്. അങ്ങനെ സോന പറയാണ്, എന്താ ശ്യാമേട്ട, സത്യേട്ട, അയാൾ വലിയ പ്രശ്നക്കാരനാണ്, അങ്ങനെ എന്തെങ്കിലും തോന്നി? അയാൾ പ്രശ്നക്കാരനൊന്നുമല്ല. അയാളൊരു പാവം മനുഷ്യനാണ്. അയാൾ ആരെയും ഒരു തെറ്റും ചെയ്തിട്ടില്ല. അയാൾ ഒരു പാവം മനുഷ്യനായിട്ടേ തോന്നുന്നു. വഴി അറിയാതെ ഇങ്ങോട്ടേക്ക് കയറി വന്നു എന്നത്രയേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ. അതൊക്കെ കേൾക്കുന്ന സുശീലക്ക് ഭ്രാന്ത് പിടിച്ച് സുശീല പുറത്തോട്ട് ഇറങ്ങി വരികയാണ്. അപ്പോൾ സുശീല പറയണേ, ഞാനൊരു കാര്യം പറയാം, അങ്ങനെ ആരെയും വെറുതെ ഭ്രാന്തനാണ് പാവമാണെന്ന് പുച്ഛിച്ച് തള്ളണ്ട. അയാളെ വല്ല ഇതിനും വേണ്ടി വന്നത്, അങ്ങനെ ഒരു കുഴപ്പക്കാരനായിട്ട് എനിക്ക് തോന്നിയില്ല എന്ന് ശ്യാമ പറയണ കേട്ടോ. എന്തായാലും കഴിഞ്ഞു, ഇനി ഈ വഴിക്ക് വരില്ലല്ലോ എന്ന് സുശീല പറയണേ. ഇതിനിടയ്ക്ക് ഹർഷയോട് സംസാരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഹർഷ പറയണേ, ആൻറ്റി വരില്ല. അപ്പോൾ രവിക്ക് ദേഷ്യം പിടിച്ച് രവി വന്ന് പറയുന്നുണ്ട് കേട്ടോ, എൻ്റെ ഹർഷേ, കറണ്ടും പോയി, കുഞ്ഞാണെങ്കിൽ ആ റൂമിൽ ഇരട്ടത്താണ്, അത് കരയുന്നത് കണ്ടില്ല, അങ്ങോട്ടേക്കൊന്ന് പോയിക്കൂടെ എന്ന് അതിനിടയ്ക്ക് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നെഞ്ചത്ത് കൈവെക്കാണ്. ഹർഷയുടെ ഫോണും വെച്ച്, ഈശ്വര, എനിക്ക് ഇനിയിപ്പോൾ സമാധാന വാക്ക് പറയാൻ ആര്? ഇവിടെ ഇപ്പോൾ ഇന്ദ്രൻ ഇല്ലാഞ്ഞാൽ നന്നായി എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയം സുശീല വന്ന് ചോദിക്കുന്നുണ്ട്, റോട്ടിലോട്ട് തള്ളിവിട്ടില്ലേന്ന്? ആ റോട്ടിലോട്ട് തള്ളിവിട്ട് എന്ന് സത്യനും പറയുന്നുണ്ട്. ഇനി എന്തായാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് അകത്തോട്ട് കയറി പോവുകയാണ്. പിന്നീടാണെങ്കിലോ ഈ പറയുന്ന ശേഖരനെ തന്നെയാണ് കാണിക്കുന്നത്. തപ്പിപ്പിടിച്ച് പുതപ്പൊക്കെ ഇട്ട് ഇങ്ങനെ കുരച്ച് ഇങ്ങനെ റോഡിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു കാറ് കടന്നു പോകുന്നുണ്ട് കേട്ടോ. പിന്നീട് ആ കാറിൻ്റെ ആ മറവിൽ തന്നെ ധനൻ്റെ ബൈക്ക് വരികയാണ്. ധനനാണെങ്കിലും ഈ ആളെ തട്ടിയിടുകയാണ് ശേഖരനെ. അതോടുകൂടി ആക്സിഡൻ്റ് ആവുകയാണ്. ശേഖരൻ കമിഴ്ന്നടിച്ച് ഇങ്ങനെ ഉരുളുകയാണ് നിലത്ത് കിടന്നത്. അപ്പോൾ ധനം പറയണ, ഈശ്വര, ഞാൻ മദ്യപിച്ചത് കൊണ്ട് തന്നെ ഇന്നിപ്പോൾ എന്തായാലും ഇയാളെപ്പോൾ ഞാൻ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് നന്നല്ല. സോറി അങ്കിളെ, സോറി, എന്നോട് ക്ഷമിക്കണം കേട്ടോ. മാഷേ, എന്നോട് ക്ഷമിക്കണം. നിങ്ങളൊന്നും വിചാരിക്കരുത് കേട്ടോ, ഞാൻ മദ്യപിച്ചത് കൊണ്ടാണ് നിങ്ങളെ രക്ഷിക്കാതെ ഞാൻ പോകുന്നത്. എന്തായാലും ഞാൻ പോകുന്നത്, ഒന്നും ചിന്തിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ശേഖരൻ ആരാണ് മുഖമൊന്നു പോലും നോക്കാതെ ശേഖരനെ അവിടെ ഇട്ട് ധനൻ പോവുകയാണ് കേട്ടോ. പിന്നീട് അനന്തമാഷിനെയാണ് കാണിക്കുന്നത്. അനന്തമാഷും ദാസും ഇങ്ങനെ വരുന്ന വഴിയാണ്. അപ്പോൾ ദാസ് അവനോട് പറയണം, എന്തായാലും അമ്പലത്തിൽ പോയി കാര്യങ്ങളൊക്കെ നിറവേറാൻ പറ്റി, ഇനി എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങളിലോട്ട് പോകണം, ഞാൻ വിചാരിച്ചതുപോലെ പ്രതീക്ഷിച്ചതുപോലെ എല്ലാം നടന്നു എന്നൊക്കെ പറയുന്ന വഴിക്കാണ് കേട്ടോ നടു റോഡിൽ ശേഖരൻ കിടക്കുന്നത് കാണുന്നത്. അയ്യോ ഈശ്വര, ആരാണ് ഈ കിടക്കുന്നത്? അപ്പോൾ ദാസ് ചോദിക്കുകയാണ്, അതൊന്നും വേണ്ട, ആര് കിടന്നാലും നമുക്കെന്താ, നമ്മൾ വഴിയാ വേലി തലയിൽ വെക്കണ്ട എന്നൊക്കെ പറയാൻ കേട്ടോ. എന്ത് വേലിയാണെങ്കിലും തലയിൽ വെക്കൽ എന്നൊന്നും പറഞ്ഞ് ദാസെ പോകുന്നത് ശരിയല്ല എന്ന് മാഷ് പറയാണ്. അപ്പോൾ അത് കേട്ട ഉടൻ തന്നെ, അയ്യോ അതല്ല ഞാൻ പറയുന്നത്, വെറുതെ പ്രശ്നങ്ങളിലോട്ട് കടക്കണ്ട എന്നാണ് എൻ്റെ അണ്ണ പറയുന്നത്. ഓരോ പ്രശ്നങ്ങളാണ് ഇന്നത്തെ കാലത്ത്. എന്താണെങ്കിലും നാളെ നമുക്ക് ഈ സ്ഥിതി വരികയാണെങ്കിൽ നമ്മൾ അവിടെ ഇട്ട് പോവുകയും ഒരുപക്ഷെ മദ്യപിച്ചിട്ടാണെങ്കിലും എന്തിൻ്റെ പേരിലാണെങ്കിലും അയാളെ ഹോസ്പിറ്റലിൽ എത്തിക്കാതെ നമ്മുടെ ഉത്തരവാദിത്തമാണ്. വാ ദാസെ, അണ്ണൻ അങ്ങനെ പറയുകയാണെങ്കിൽ പിന്നെ എനിക്കെന്ത് എന്നും പറഞ്ഞ് പുറത്തോട്ട് ഇറങ്ങി വരികയാണ് കേട്ടോ. അങ്ങനെ ദാസാണെങ്കിലോ
ഈ പറയുന്ന പിന്നെ ഈ ശേഖരൻ്റെ അടുത്തെത്തുക. അപ്പോൾ ശേഖരൻ്റെ അടുത്തെത്തുമ്പോൾ ശേഖരൻ്റെ മുഖം നന്നായി വ്യക്തമായി എന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വാ എന്നൊക്കെ പറഞ്ഞിട്ട് പിടിച്ചു കൊണ്ടുപോയി ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോവാണ്. ഡോക്ടർ പരിശോധനയും കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ ഡോക്ടർ കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം ഡോക്ടർ പുറത്തോട്ട് വരികയാണ്. ഡോക്ടർ പറയുകയാണ്, ഞാനൊരു കാര്യം പറയട്ടെ, ഇതൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്, ഇതൊരു ഗവൺമെൻറ് ഹോസ്പിറ്റലിലോട്ട് മാറ്റിക്കോളൂ. ഇതാര് എന്നൊന്നും നിങ്ങൾക്കറിയാതെ ഇവിടെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചികിത്സിക്കുന്നതിൻ്റെ രീതി എനിക്കറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിലോട്ട് പോയിക്കോളൂ. അപ്പോൾ മാഷ് പറയണു, നിങ്ങളുടെ പ്രശ്നം പണമാണല്ലേ, എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് നിങ്ങൾ പണത്തിനെ കുറിച്ച് ആലോചിച്ച് നിങ്ങൾ ടെൻഷൻ എടുക്കണം. പണം ഞങ്ങൾ തന്നോളാം, അത് ഞങ്ങൾ എന്തായാലും തരാം, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, എന്തായാലും പണം ഞങ്ങൾ തരാം എന്നും പറഞ്ഞ് പണം കയ്യിൽ തരാം എന്നും പറഞ്ഞിട്ട് പറഞ്ഞു വിടുകയാണ് കേട്ടോ. അങ്ങനെ ഈ സമയം ദാസ് പറയണം, ഞാൻ നോക്കിക്കോളാം എന്ന് പറയണം. അപ്പോൾ സിസ്റ്റർ വന്ന് ഒരു പേപ്പറിൽ ഒപ്പൊക്കെ ഇടുന്നുണ്ട്. പിന്നീട് ശേഖരൻ ഇങ്ങനെ കിടക്കുന്ന ആ രംഗവും കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയം കാണിക്കുന്ന രഘുവിനെയാണ്. രഘു ആണെങ്കിലും മദ്യപിച്ച് ലേക്ക് കേട്ട് ലെവൽ പോയിരിക്കുകയാണ്. അങ്ങനെ രഘു ഒരു പള്ളിയുടെ മുന്നിലെത്തുന്നുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു വിഗ്രഹം കാണുന്നുണ്ട്. അപ്പോൾ എൻ്റെ മുത്തപ്പ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ്, എന്തുണ്ടായാലും എന്തായി, രഘു ഇങ്ങനെ ആയിപ്പോയി, രഘു നശിച്ചു, രഘുവിനെ കാത്തോളണേ എന്നൊക്കെ എന്നെ പറയുന്നുണ്ട്. അതിനിടയ്ക്ക് ആമിയെ കാണിക്കുന്നുണ്ട്. ആമി കമിഴ്ന്നടിച്ച് കിടക്കുകയാണ് കേട്ടോ. ആമി ഭയങ്കര സങ്കടത്തിലാണ്. തൻ്റെ ഭർത്താവ് പറഞ്ഞ ആ വാക്ക് അത് എന്നെ വല്ലാതെ വേദനിപ്പിച്ചിരിക്കുന്നു. ഇത്രയും ദിവസം തൻ്റെ കുടുംബം തകർത്തവൻ്റെ കൂടെ ആയിരുന്നില്ല താൻ നിന്നിരുന്നത് എന്ന് മനസ്സിലാക്കുകയാണ്. അങ്ങനെ ഈ സമയം രഘുവിൻ്റെ ഫോൺ കോൾ ആമിക്ക് വരികയാണ്. അപ്പോൾ രഘുവിൻ്റെ ഫോണാന്ന് കാണുമ്പോൾ ആമി ഫോൺ എടുക്കണം. അപ്പോൾ രഘു പറയണേ, ഇപ്പോഴെങ്കിലും നീ എടുത്തല്ലോ, എന്താ രഘുവേട്ടൻ്റെ നാവ് വഴങ്ങുന്നില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് എന്തിനാ എനിക്ക് ഈ സമയത്ത് ഒരസമയത്ത് എനിക്ക് വിളിച്ചത്, എന്താ അമ്മി നീ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ട് നീ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, തെറ്റ് ചെയ്തിട്ടില്ലേ രഘുവേട്ടൻ്റെ മനസ്സിൽ നെഞ്ചിൽ കൈവച്ചത് രഘുവേട്ടന് തോന്നുന്നില്ലേ എന്നോട് തെറ്റ് ചെയ്തിട്ടില്ല എന്ന്, ഞാൻ എന്ത് തെറ്റ് ചെയ്തെന്നാണ് രഘുവേട്ട പറയുന്നത്, എന്തൊക്കെയാണ് രഘുവേട്ട ഈ പറയുന്നത്, എന്ത് സ്വഭാവമാണ് രഘുവേട്ടൻ്റെ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്നത് രഘു തിരിച്ച് അമ്മയോട് പറയുന്നുണ്ട്. അപ്പം അമ്മ പറയണേ, നിങ്ങൾ തെറ്റ് ചെയ്തില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, എന്തായാലും ഈ നാവ് കഴിയുന്ന സമയത്ത് നിങ്ങളോട് സംസാരിക്കാൻ ഞാനില്ല, നിങ്ങളോട് പറയാനുള്ളത് ഞാൻ കറക്റ്റ് മുഖത്ത് നോക്കി തന്നെ പറയും, ഞാൻ മുഖത്തടിച്ച് പറയുന്നത് പോലെ ഞാൻ പറയും, നോക്കിക്കോ എന്നും പറഞ്ഞിട്ട് ആമി ഫോൺ കട്ട് ചെയ്ത് തൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ വീണ്ടും വിളിക്കുന്നുണ്ട്, കിട്ടുന്നില്ല. എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ അമ്പിളിയാണ് കാണിക്കുന്നത്. അമ്പിളി തൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ പേടിക്കേണ്ട, മോളെ ഇടി മിന്നുന്നുണ്ടെച്ച് പേടിക്കേണ്ട എന്നൊക്കെ പറയണേ. രഘുവിനെ നാലുപുറം നോക്കുന്നുണ്ട്, ഫോണിൽ വിളിച്ച് നോക്കുന്നുണ്ട്, കിട്ടുന്നില്ല. രഘു സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്നു ഫോൺ അതേപോലെ തന്നെ കേട്ടോ. അപ്പോഴാണ് മാഷിൻ്റെ വിളി വരുന്നത്. മാഷ് ചോദിക്കുകയാണ്, മോളെ എന്തായി കാര്യങ്ങൾ, കുഴപ്പമൊന്നുമില്ലല്ലോ, ഇല്ല കുഴപ്പമൊന്നുമില്ല, എന്തായി അച്ഛൻ പോയ കാര്യങ്ങളൊക്കെ നടന്നു, അതൊന്നും കുഴപ്പമില്ല എന്ന് പറയണം കേട്ടോ. എന്തായാലും രഘു എവിടെ, ഇന്നിപ്പോൾ ആകെ ഒരു വലഞ്ഞ ദിവസമായിരുന്നു, ഞാൻ വരുന്ന വഴിക്ക് ഒരു പ്രശ്നമുണ്ടായി, എന്ത് പ്രശ്നം വെച്ചാൽ എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുമ്പോൾ പിന്നീട് പറയും, ഇപ്പോൾ എന്തായാലും ഞാനതൊന്നും പറയുന്നില്ല, ഇനിയിപ്പോൾ ഞാൻ പിന്നീട് പറയാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്നാലും എന്താണ് പ്രശ്നമെന്ന് പറയൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, ഞാനിപ്പോൾ എന്തായാലും പറയുന്നില്ല, എന്തായാലും ഇപ്പോൾ പ്രശ്നം ഞാൻ വന്നിട്ട് പറയാം, രഘുവിൻ്റെ അടുത്ത് കൊടുക്കും, രഘു ഇവിടെ ഇല്ല എന്ന് പറയുന്നത്. അത് കേൾക്കുന്നതിനോട് കൂടി വലിയ ഇഷ്ടമൊന്നും തോന്നില്ല കേട്ടോ. രഘു ഇല്ലെന്നോ, അതെ രഘു ഇല്ല മോളെ, അവനെ എനിക്കറിയില്ല, എന്നെയും മോളെയും അയാൾ ഇവിടെ ഒറ്റയ്ക്കിട്ട് പോയി, അയാൾക്ക് അങ്ങനത്തെ ഉത്തരവാദിത്തമൊന്നുമില്ലല്ലോ, എൻ്റെ മോളെ സങ്കടപ്പെടാതിരിക്കും, ഇതിനൊരു പ്രതിവിധി എന്താണെന്ന് ദാസിനോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ദാസിനോട് സംസാരിക്കുന്നുണ്ട് കേട്ടോ, ഫോൺ കട്ട് ചെയ്തിട്ട്. അപ്പോൾ ദാസ് പറയുന്നത്, നമുക്കിതിനൊരു പ്രതിവിധി ഉണ്ടാക്കണം. അപ്പോൾ മാഷ് പറയുകയാണ്, ഞാൻ അവൾക്ക് 25 ലക്ഷം കൊടുത്താൽ ഇതോടുകൂടി പ്രശ്നത്തിനൊരു പരിഹാരമാവും, രഘുവിന് മനസ്സാക്ഷി കുത്ത്, അതായത് താൻ തെറ്റ് ചെയ്തു എന്നൊരു കുറ്റബോധം ഉണ്ടാവില്ല എന്നൊക്കെ കരുതി. പക്ഷേ രഘു വീണ്ടും അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ മാഷിനോട് ദാസ് പറയാം, നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഇതേ സമയം ഇപ്പുറത്താണെങ്കിലോ ഇങ്ങനെ ഇപ്പുറത്ത് വിനയനെയാണ് കാണിക്കുന്നത്. വിനയൻ പണി കഴിഞ്ഞ് വന്നിരിക്കുകയാണ്, നല്ല ഇടിയും മഴയും എല്ലാം എടുത്തുകൊണ്ട് കേട്ടോ. അങ്ങനെ വിനയൻ പണി കഴിഞ്ഞ് വരുമ്പോൾ വിനയൻ്റെ കൂടെ അയാളുണ്ടല്ലോ, അതായത് ആ കുഞ്ഞുങ്ങളെ നോക്കുന്ന സീമയുടെ ഭർത്താവ്, അങ്ങനെ അയാൾ ഒപ്പം ഉണ്ട് കേട്ടോ. അപ്പോൾ സീമ ചേച്ചി നമുക്ക് പോകില്ല, പുണ്യേട്ടൻ കയറുന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുകയാണ്. അങ്ങനെ അയാൾ കയറുന്നുണ്ട്. പിന്നീടാണെങ്കിലും ഞാൻ പോട്ടെ, ഇനി നേരം വഴുകി, എല്ലാം ചീരുവയുടെ ഭർത്താവ് വരുമ്പോൾ സ്വീകരിക്കാൻ ഭാര്യ എത്തണ്ടേ, എടാ അങ്ങനെ ഉണ്ടെങ്കിൽ നീ ചെന്ന് പറഞ്ഞല്ലോ, വയസ്സായ ആളുകളില്ലേ ഇത് പറഞ്ഞു കൊടുക്കണ്ടേ, നിങ്ങൾക്ക് തന്നെ പറഞ്ഞുകൂടെ, ഞങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല എന്ന് വിനയനോട് ലംബോദരം പറയുകയാണ്. അപ്പോൾ ആ സമയം ഉടൻ തന്നെ ലതിക പറയണം, ഞാൻ എന്തായാലും ചീരുവിനെ വിളിക്കാൻ, നീ ആദ്യം കുളിക്കാൻ നോക്കുക. അപ്പോൾ ഉടൻ തന്നെ വേണ്ട, ഇനിയിപ്പോൾ ഞാൻ എന്തായാലും കുളിയും ചോറും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ചീരുവിൻ്റെ അരികിലോട്ട് ഞാൻ പോയിക്കോളാം എന്ന് പറയാം കേട്ടോ. ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഇപ്പോൾ ലാസ്റ്റ് വന്നിരിക്കുന്നത്.